മഞ്ജൂസ് ഫുഡി സെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു നോൺ വെജ് സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മലബാർ സ്പെഷ്യൽ ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ത്രെഡ് ചിക്കൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് എങ്ങനെയാണ് ഈ ത്രെഡ് ചിക്കൻ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ചിക്കൻ പൊട്ടിത്തെറിച്ചത് അല്ലെങ്കിൽ ത്രെഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ഇതിപ്പോൾ ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് പീസ് തന്നെ ഇതിനു വേണ്ടി എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ബ്രെഡ് പീസസ് ആണ്. അതുകൊണ്ട് കുറച്ച് ഞാൻ നീളത്തിൽ ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം കനമില്ലാതെ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസസ് മുഴുവനും നമുക്കൊന്ന് പതിയെ ഒന്ന് അടിച്ച് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഹാമറോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു റോളർ വെച്ചിട്ടോ പതിയെ ഇതുപോലെ ഒന്ന് അടിച്ചടിച്ച് പരത്തിയെടുക്കാം. ഒരുപാട് ബലത്തിൽ അടിച്ചെടുക്കരുത്, അത് പൊട്ടിപ്പോവും. പീസസൊക്കെ പൊട്ടിപ്പോവാതെ ഒന്ന് പരത്തിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ മസാല ഒക്കെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് മസാല നന്നായിട്ട് പിടിക്കും. ഇനിയിപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് പീസസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ചിക്കൻ പീസസ് തന്നെ എടുക്കുക. കുറച്ച് സ്ക്വയർ പീസായിട്ട് ചെറിയ പീസസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇത് പതിയെ ഇതുപോലെ ഒന്ന് അടിച്ച് പരത്തിയെടുക്കുക. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കളർ കിട്ടാൻ കൂടെ വേണ്ടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് എരിവും കുറവാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നോർമൽ മുളക് പൊടി എടുക്കുക വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് അല്ലെങ്കിൽ ജിഞ്ചർ പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എളുപ്പത്തിന് അത് എടുത്തുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ 3/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഗാർലിക് പേസ്റ്റ് നിങ്ങൾക്ക് എടുക്കാം. ഇനി പാകത്തിന് ഉപ്പ്. ഇനി 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ ഉപ്പും എരിവെല്ലാം പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ പീസസിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ മസാല കോട്ടായി വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് മുഴുവനായിട്ട് ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നല്ലതുപോലെ ചിക്കനിലേക്കൊക്കെ മസാലയൊക്കെ നന്നായി പിടിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓവർനൈറ്റ് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നെക്സ്റ്റ് ഡേക്ക് വേണ്ടി അങ്ങനെയും ചെയ്തെടുക്കാം. നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഇതിപ്പോൾ 2 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണ്. ഇനി ഈ ചിക്കനെ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് കൂടെ കോട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇനിയിപ്പോൾ കോൺഫ്ലോറിന് പകരമായിട്ട് വേണമെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു എഗ്ഗ്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ഓരോന്നും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു മെയിനായിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സമോസ ഷീറ്റ്സ്. ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡ് സമോസ ഷീറ്റ്സ് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ചിക്കനിലേക്ക്, അതായത് ഒരു 1/2 കിലോ ചിക്കനിലേക്ക് മിനിമം ഒരു 12 ഷീറ്റിലും ഈ ഒരു സൈസിലുള്ളത് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി ഇത് ഒരു സിസറോ കത്തിയോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ അധികം വീതിയില്ലാതെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എല്ലാ ഷീറ്റ്സും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സമോസ ഷീറ്റ്സ് റെഡിമെയ്ഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കുറച്ച് മൈദ ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ച് പരത്തിയെടുക്കുക. എന്നിട്ട് പരത്തിയെടുത്ത ഷീറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒരു 20 സെക്കൻഡ് നേരം മാത്രം തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുക. അതും ഇതിന് പകരമായിട്ട് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ആ മുഴുവൻ ഷീറ്റും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കുത്തി കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് സ്ക്വയർ ആവശ്യമായിട്ടുണ്ട്. ഞാനിതൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ള സ്ക്വയറാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ചിക്കൻ കോർത്തെടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ അത് ആ എണ്ണയിൽ കിടന്നിട്ട് ചൂട് കൊണ്ട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് കുതിർത്തിയെടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ സ്ക്വയറിൻ്റെ മുകളിലും ഇതുപോലെ ചിക്കൻ പീസസ് പതിയെ ഒന്ന് കോർത്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ പീസസ് ഇച്ചിരി വലിപ്പമുള്ളതായതുകൊണ്ട് ഞാൻ ഒരു പീസ് ഇതുപോലെ ഒരു സ്റ്റിക്കിൽ കോർത്തെടുക്കുന്നുള്ളൂ. ചെറിയ പീസസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന, അതായത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൽ കൊള്ളുന്ന രീതിയിൽ നമുക്ക് ഓരോ സ്റ്റിക്കിലും ഇത് കോർത്തെടുക്കാം. ഇപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസസും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മുഴുവൻ ചിക്കൻ പീസസും ഞാൻ അതേപോലെ ഓരോ സ്റ്റിക്കിലും ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ പതിയെ ചിക്കൻ പീസസ് ഇതിലോട്ട് വെച്ചിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും സമൂസയുടെ ആ ഒരു ഷീറ്റ് കോട്ടാവുന്ന രീതിയിൽ പതിയെ പതിയെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുക, അത് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള നമ്മൾ ജസ്റ്റ് ഒന്നങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ വീണ് പൊക്കോളും. ബാക്കിയുള്ളതെല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ അതിൽ അങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും. നമ്മൾ എഗ്ഗൊക്കെ ചേർത്തുകൊണ്ട് അത് നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും. ഇതേപോലെ ബാക്കിയുള്ള പീസസും നമുക്ക് കവർ ചെയ്ത് എടുക്കണം സമൂസ ഷീറ്റിൽ. ഇപ്പോൾ മുഴുവൻ ചിക്കൻ പീസസും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാത്രം നല്ല പോലെ ചൂടാക്കിയെടുക്കാം. കുറച്ച് പരന്ന ഒരു പാനാണെങ്കിൽ അതിന് നല്ലതാണ്. കാരണം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ആ ചിക്കൻ്റെ ഒരു സൈസിനനുസരിച്ചിട്ട് അത് ഈ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു പാൻ എടുക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഏത് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ചിക്കൻ സ്റ്റിക്സ് ഇതേപോലെ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ആ ഒരു സ്റ്റിക്സ് കുറച്ച് സൈസ് കൂടുതലുള്ളത് കൊണ്ട് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് വല്ലാതെ തള്ളി നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ചിക്കൻ ഓയിലിൽ കിടന്ന് ഫ്രൈ ആയി കിട്ടില്ല, അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ എണ്ണയിൽ ഇറങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മളത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഏതാണ്ട് ഒരു 10 to 12 മിനിറ്റ് നേരം നല്ലതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ വേവുകയും വേണം, എന്നാൽ പുറമേയുള്ള സമൂസ ഷീറ്റ്സ് ഒന്നും ഒട്ടും കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ആ രീതിയിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏതാണ്ട് ഒരു 12 മിനിറ്റ് നേരം ആവാറായിട്ടുണ്ട്. നല്ലതുപോലെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് സമൂസ ഷീറ്റിന്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക, കൈയൊന്നും പൊള്ളാത്ത രീതിയിൽ ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒരു സ്നാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. ബൈ ബൈ.